1400 വർഷം അവതരിച്ച ഈ വേദഗ്രന്ഥം എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വന്ന ഈ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഈ ശാസ്ത്രീയ സത്യം പറയപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് മുഹമ്മദ് നബിയുടെ വചനങ്ങളല്ല, അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അതൊരു ഡിവൈൻ ബുക്കാണ്, അല്ലെങ്കിൽ ഡിവൈൻ മിറാക്കലാണ് യഥാർത്ഥത്തിൽ ഇത്തരം ശാസ്ത്ര സത്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുന്നത്. നമ്മൾ അഭിമാനിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവുക. നമ്മൾ മനസ്സിലാക്കാൻ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സിനോടും എല്ലാ ആളുകളോടും ഇത്തരം സംഗതിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഖുർആനിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ, ഖുർആൻ ഒരു സയൻറ്റിഫിക് ബുക്കാന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് ബുക്കല്ല. പക്ഷേ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ചില സയൻറ്റിഫിക് തിയറീസ് പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ആരെ കണ്ടെത്തണം? അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കണം.